കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു. എബ്രായലേഖനം 13-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങൾ. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളത് അത്രയും നാം അന്വേഷിക്കുന്നത്. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലമെന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. ഈ വാക്യങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ നമ്മളായിരിക്കുന്ന ദൈവമക്കൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്കാണ് നമ്മുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നത്. നമ്മളെ ശ്രദ്ധിച്ച് നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ ഈ ലോകത്തിലായിരിക്കുന്നത് താൽക്കാലികമായ ഒരു ഷെൽട്ടറിലാണ്, അല്ലേ? താൽക്കാലികമായ ഒരു കൂടാരത്തിലാണ്. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു: കൂടാരമായ നമ്മുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത ഒന്ന് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു, അല്ലേ? അപ്പം നമ്മളിവിടെ പാർക്കുന്നത് മൺകൂടാരത്തിലാണ്, അല്ലേ? ഇവിടെ നമ്മൾ താൽക്കാലിക വീടോ താൽക്കാലിക വാഹനങ്ങളോ താൽക്കാലികമായ നന്മകളോ താൽക്കാലിക അനുഭവങ്ങളോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാപിച്ച് മുന്നോട്ട് പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു മേഖലയിൽ അനുഗ്രഹമാണെങ്കിലും നമ്മുടെ പ്രതീക്ഷയും നമ്മുടെ പ്രത്യാശയും നമ്മുടെ കാത്തിരിപ്പും എന്ന് പറയുന്നത് ദൈവത്തിങ്കലുള്ള നമ്മുടെ പ്രത്യാശയാണ്, അല്ലേ? അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരം ഇല്ലല്ലോ, വരുവാനുള്ളത് അത്രേ നാം അന്വേഷിക്കുന്നത്. ഇവിടെ നമ്മുടെ പാർപ്പിടം ശാശ്വതമല്ല, ഇവിടെ നമ്മുടെ സ്തോത്രമായിരിക്കുന്ന മേഖലകളൊന്നും ശാശ്വതമല്ല, ഈ ഭൂമി നമുക്ക് ശാശ്വതമല്ല. നമുക്കിന്ന് ലഭ്യമായി നമ്മുടേതെന്ന് പറയുന്നതൊന്നും നമ്മുടെ ജീവിതത്തിൽ അത് ശാശ്വതമേ അല്ല. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നമ്മൾ വരുവാനുള്ളത് അത്രേ അന്വേഷിക്കുന്നത്. അതുകൊണ്ട് അടുത്ത വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. അപ്പൊ നമ്മൾ ഇവിടെ ആരൊക്കെ നമ്മൾ അത്യാവശ്യം ചില മേഖലകൾ നമ്മൾ ചിലരെ എന്ത് ചെയ്യാറുണ്ട്, അവരുടെ സ്ഥാനങ്ങളോ മാന്യതകളോ കൊണ്ട് നമ്മൾ പലരെയും പുകഴ്ത്താറുണ്ട്. പക്ഷെ അതുകൊണ്ട് പ്രയോജനമുണ്ട് എന്ന് തോന്നുന്നില്ല, അല്ല? സ്തോത്രം, അങ്ങനെ പ്രയോജനമില്ല. അത് നമുക്ക് ദോഷത്തിന് ഹേതുവാകിയുള്ളൂ, അല്ലേ? എന്നാൽ സ്തോത്രം, നമ്മൾ ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല, വരുവാനുള്ളത് അത്രയും നാം അന്വേഷിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അധരഫലം എന്ന സ്തോത്രയാഗം അർപ്പിച്ചുകൊണ്ടേയിരിക്കണം. കാര്യം നമ്മൾ ഇവിടം വിട്ടു പോയി ദൈവരാജ്യത്തിന്റെ അവകാശിയായി മാറിക്കഴിഞ്ഞാൽ പിന്നെ സ്തോത്രം ലൗകിക തലങ്ങളോ ലൗകിക മേഖലകളോ അല്ല, നമ്മൾ ഈ പറഞ്ഞ സ്തോത്രത്തിനും ആരാധനയ്ക്കും ദൈവത്തിന് നാം കൊടുത്ത മഹത്വത്തിനുമാണ് പങ്ക്. അതാണ് അതിന്റെ പ്രതിഫലം നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് സ്തോത്രം എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ പ്രവർത്തിച്ചു എന്നുള്ളതിനേക്കാൾ ഉപരിയായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക, ദൈവത്തിന് മഹത്വം കൊടുക്കുക, ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ ആരാധിക്കുക, ദൈവത്തിന് കൊടുക്കേണ്ട മാനവും മഹത്വവും എല്ലാം ദൈവത്തിന് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്ന, ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. കർത്താവിൻ്റെ കൃപയിൽ ഞങ്ങൾ ആശ്രയിക്കുന്ന കർത്താവിൻ്റെ മഹത്വം ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടു വരണം. മഹത്വം അങ്ങേക്ക്, യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.